എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ സ്വത്തുമണി ടോഡറോക്കിയും ചപ്രത്തലേനും അവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റാണ്. അപ്പൊ ടോഡറോക്കി അവനിപ്പോ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് ഓരോരോ കാര്യങ്ങള് വീണ്ടും ആലോചിക്കും. അവൻ പതിയെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അവന്റെ അമ്മ പറഞ്ഞ അതേ കാര്യം അവൻ വീണ്ടും വീണ്ടും ആലോചിക്കും. എനിക്കവന്റെ ലെഫ്റ്റ് സൈഡ് കാണുമ്പോ ഇപ്പൊ പേടിയാണ്. അവൻ ഏറെക്കുറെ ഇപ്പൊ അവന്റെ പപ്പയെ പോലെ ആയി തീരാണ്. എനിക്കിപ്പോ അവന്റെ അടുത്ത് പോലും പോവാൻ കഴിയുന്നില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ അതൊക്കെ ഓർത്ത് അവൻ ഒരുപാട് വിഷമിച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹീറോ ഇസുക്കു പയ്യൻ അവൻ പറഞ്ഞ കാര്യങ്ങളും അവൻ ആലോചിക്കും. അവൻ ഒരാൾ കാരണമാണ് അവന്റെ ലെഫ്റ്റ് സൈഡിലെ പവർ, ആ ഒരു ഫയർ പവർ അതവൻ കറക്റ്റായിട്ട് ഉപയോഗിച്ച് ആ ഒരു ബാറ്റിൽ ജയിച്ചത്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ടോഡറോക്കിയുടെ അടുത്തേക്ക് ചപ്രത്തലയും വരും. അവൻ വലിയ ഗമയില് ഇപ്പൊ ടോഡറോക്കിയോട് പറയും, നീ ചാവാൻ തയ്യാറായിട്ട് ഗോതയിലേക്ക് പോരെ. എന്റെ ഓരോ ഇടിയിലും നിന്റെ പ്രാണം പോകുന്നു പറയുമ്പോ അതിന് ടോഡറോക്കി അവനെ മൈൻഡ് പോലും ചെയ്യില്ല. ചപ്പർത്തലയൻ ചമ്മി നാണം കെട്ട് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. അപ്പൊ ടോഡറോക്കി പറയും, ഇസുക്ക് പയ്യനാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. അവനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് എന്റെ തെറ്റിദ്ധാരണ മാറ്റി ആ ബാറ്റില് എന്നെ ജയിപ്പിച്ചത്. അത് കേൾക്കുമ്പോ ഇപ്പൊ ചപ്പർത്തലയൻ അവൻ ഷോക്കാവും. കാരണം ഓൾറെഡി അവൻ ഇസുക്ക് പയ്യൻ ഇഷ്ടല്ല. അതിന് ടെൻഷനായിട്ട് ഇപ്പൊ ചപ്പർത്തലയും പറയും, ആ തെണ്ടിയുടെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട. ചെറുപ്പം മുതലേ അവൻ എന്നെ കൊച്ചാക്കുന്നതാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ നിന്റെ രണ്ട് സൈഡിലെയും പവർ ഉപയോഗിച്ച് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യ്, എന്നിട്ട് അന്തസ്സായി തോക്ക് എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ടോഡറോക്കി വേഴ്സസ് ചപ്പർത്തലയൻ അവരുടെ ഫൈറ്റ് അതാരംഭിക്കാൻ പോവാണ്. ടോഡറോക്കി പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ലാതെ ക്യാഷ്വലായിട്ട് നിൽക്കും. പക്ഷെ ചപ്രത്തലയൻ അവൻ കടിച്ചു കീറാൻ നിൽക്കുന്ന കണ്ടംപൂച്ചയെ പോലെ മുഖവും പൊക്കി പിടിച്ച് ടോഡറോക്കി നോക്കി നിൽക്കും. ബെല്ലിന്റെ സൗണ്ട് അത് കേട്ടുടനെ ടോഡറോക്കി അവന്റെ ഫുൾ ഐസ് പവർ എടുത്ത് ചപ്രത്തലേനെ മുഴുവനായിട്ട് ലോക്ക് ചെയ്യും. കാണികളെല്ലാവരും ഫ്രീസ് ആയിട്ട് അവർ എഴുന്നേറ്റ് നിൽക്കും. ഒറ്റ സെക്കൻഡ് കൊണ്ട് മാച്ച് അവസാനിച്ചു എന്ന് പറഞ്ഞ് അവർ ഉറ്റു നോക്കുമ്പോ പെട്ടെന്നൊരു സൗണ്ട് കേൾക്കും. പിടേ ക്ലിക് പ്ലിക്. അതെന്താണെന്ന് നോക്കിയാ ചപ്രത്തലയൻ അവൻ ഐസ് തകർത്ത് ഇപ്പൊ പുറത്തു വന്നു. വന്ന വരവില് അവൻ ചാടി വന്ന് കാലുമടക്കി ടോഡറോക്കിയുടെ മുഖത്ത് തന്നെ ഒരൊറ്റ ചവിട്ട്. അപ്പൊ ടോഡറോക്കി അവനൊരു ഐസ് സ്റ്റിക്ക് ക്രിയേറ്റ് ചെയ്ത് അതിൽ പിടിച്ചു നിൽക്കും. എന്നിട്ട് വീണ്ടും അവൻ അടിക്കാനായിട്ട് ഓടി വരും. അപ്പൊ ചപ്രത്തലയൻ അവന്റെ റൈറ്റ് ഹാൻഡ് ഇപ്പൊ പിടിച്ചു വെക്കും. അവൻ ലെഫ്റ്റ് ഹാൻഡിലെ പവർ അതുപയോഗിക്കും. എന്നിട്ട് ടോഡറോക്കിയുടെ പപ്പയും ചപ്രത്തലയനും അവർ രണ്ടുപേരും പ്രതീക്ഷിക്കും. പക്ഷെ അവനത് ഉപയോഗിക്കാതെ ഇപ്പൊ ചപ്രത്തലയനെ തള്ളി മാറ്റും. ചപ്രത്തലയന് വീണ്ടും അത് വലിയ അപമാനാവും. ചപ്രത്തലയൻ അവൻ അലറാൻ തുടങ്ങും, നിന്റെ ഫുൾ പവർ എടുത്ത് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യ്, എങ്കിലും മാത്രമേ ഇസുക്ക് പയ്യൻ അവൻ എന്റെ മുൻപില് ഒന്നുമല്ലാന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റൂ. അത് കേട്ട് നമ്മുടെ പയ്യൻ അവന്റെ കിളി പോവും. ഇവനെന്തിനാ വീണ്ടും വീണ്ടും എന്റെ കാര്യം ആവശ്യമുള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തും ഒരുപോലെ ഉപയോഗിക്കുന്നേ. ഇവിടെ ചപ്രത്തലയൻ അവൻ കലി കയറി ഇപ്പൊ ടോഡറോക്കിയുടെ അടുത്തേക്ക് ഊട്ടി വരികയാണ്. അവൻ അടുത്ത് വരെ വരെ ടോഡറോക്കി അവൻ ഒരു കുലുക്കമില്ലാതെ നിൽക്കും. അപ്പൊ അത് കണ്ട് ഇസുക്ക് പയ്യൻ അവൻ വിളിച്ചു പറയും, ടോഡറോക്കി നീ വിട്ടുകൊടുക്കരുത്, ലെഫ്റ്റ് സൈഡിലെ പവർ ഉപയോഗിച്ച് അവനെ ഡിഫീറ്റ് ചെയ്യ്. അത് കേട്ട് ടോഡറോക്കി അവന്റെ ലെഫ്റ്റ് സൈഡിലെ ഫയർ പവർ അത് ഉപയോഗിക്കും. ചപ്രത്തലനാണെങ്കിൽ ഒരുപാട് ഹാപ്പി ആവും. വാവ്, ഒടുവിൽ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് ടോഡറോക്കിയുടെ അടുത്തേക്ക് അവൻ പറന്നു വരും. ടോഡറോക്കി ആ ഒരു ഫയർ പവർ വെച്ച് അവനെ അടിച്ചു തെറിപ്പിച്ച തീർച്ചയായിട്ടും ചപ്രത്തലയൻ തോക്കും. പക്ഷെ അപ്പോഴേക്കും അവന് അവന്റെ അമ്മയുടെ മുഖം ഓർമ്മ വരും. ഉടനെ അവൻ കൈ താഴ്ത്തി ഇപ്പൊ വിഷമിച്ചു നിൽക്കും. ആ ഗ്യാപ്പില് ചപ്രത്തലയൻ വീണ്ടും ടോഡറോക്കി അടിച്ചു തെറിപ്പിക്കും. ചപ്രത്തലേന്റെ പവറില് ഇപ്പൊ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. പുകമറ മാഞ്ഞ് എല്ലാവരും ഉറ്റു നോക്കുമ്പോ ഇപ്പൊ ചപ്രത്തലേൻ അവനൊരു ഭാഗത്ത് വീണ് കിടക്കാണ്. അവന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇപ്പൊ ടോഡറോക്കി അവൻ ബോധമില്ലാതെ ഒരു സൈഡിൽ കിടക്കാണ്. ചപ്രത്തലേന് കലി കയറി അവനെ തൂക്കിയെടുത്ത് ഇപ്പൊ ചീത്ത പറയാൻ തുടങ്ങും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കില് നിന്റെ ഫുൾ പവർ ഉപയോഗിക്കാതെ എന്നെ പറ്റിക്കും. എനിക്കിങ്ങനെ ഒരു നാണം കെട്ട ജയം വേണ്ടെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ടോഡറോക്കി ആഞ്ഞടിക്കാണ്. അപ്പൊ ചുന്ദരി ടീച്ചർക്ക് മനസ്സിലാവും, ഇങ്ങനെ വിട്ടുകഴിഞ്ഞാ ഉറപ്പായിട്ടും ചപ്രത്തലയൻ അവനെ തല്ലിക്കൊല്ലും. ഉടനെ ടീച്ചർ ചപ്രത്തലേനെ മയക്കൂടി വെച്ച് വീഴ്ത്തി ഈ ഒരു സ്പോർട്സ് മീറ്റിലെ വിന്നർ അത് ചപ്രത്തലേനാണെന്ന് അനൗൺസ് ചെയ്യും. ജനങ്ങളെല്ലാവരും ഇപ്പൊ ആർപ്പ് വിളിക്കുകയാണ്. ഫൈനലിലേക്ക് എത്തിയ 3 പേരെ ഇപ്പൊ വേദിയിലേക്ക് ക്ഷണിക്കും. പക്ഷെ ജനങ്ങള് ഇപ്പൊ ആ കാഴ്ച കണ്ട് ഷോക്കാവും. കാരണം ഫസ്റ്റ് പ്ലേസ് വന്ന
ചപ്രത്തലേനെ ഇപ്പൊ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മീഡിയാസ് ഇപ്പൊ ചറപറ ഫോട്ടോ എടുക്കുകയാണ്. ചുന്ദര ടീച്ചർ വിളിച്ചു പറയും തേർഡ് പൊസിഷനിൽ എത്തിയത് കണ്ണാടിപ്പയ്യനും കാക്കത്തലേനുമാണ്. പക്ഷെ കണ്ണാടിപ്പയ്യൻ അവൻ ഫാമിലി ഇഷ്യൂ കാരണം അത്യാവശ്യമായി ഇപ്പൊ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് വിഷമാവും. കണ്ണാടിപ്പയ്യൻ ഏറ്റവും ഇഷ്ടം അവന്റെ ചേട്ടനെയാണ്. അവന്റെ ചേട്ടനെ പോലെ ആയി മാറാനാണ് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ആ ചേട്ടനാണ് ഇപ്പൊ വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഇവിടെ കണ്ണാടിപ്പയ്യൻ അവൻ ട്രെയിനില് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത വേദിയിലേക്ക് ഇപ്പൊ ചിരിക്കുട്ടൻ കടന്നു വരും. ആളാണ് എല്ലാവർക്കും പ്രൈസ് കൊടുക്കുക. അവൻ ആദ്യമായി ഇപ്പൊ കാക്കത്തലേന് മെഡൽ കൊടുക്കും. നീ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തു, ഇതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താ നിനക്ക് ടോപ്പിൽ എത്താന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കും. അടുത്തതായിട്ട് ടോഡറോക്കിക്ക് സിൽവർ മെഡൽ കൊടുക്കും. അവനോട് പറയും ഞാൻ നിന്റെ വലിയൊരു ഫാനാണ്, നിന്റെ 2 പവറും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആക്ച്വലി ഈ ഒരു ബാറ്റിലില് നീ ആയിരുന്നു ജയിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നീ നിന്റെ ലെഫ്റ്റ് സൈഡിലെ പവർ അത് ഉപയോഗിക്കാതിരുന്നതെന്ന് ചിരിക്കുട്ടൻ ചോദിക്കും. അതിന് ടോഡറോക്കി പറയും എനിക്കറിയില്ല, എനിക്കത് ഉപയോഗിക്കാൻ തോന്നിയില്ല. അതിന് ചിരിക്കുട്ടൻ കുഴപ്പമില്ല, നിന്നെ കാണുമ്പോ എനിക്കിപ്പോ ഒരുപാട് സന്തോഷമാണ്. കാരണം പഴയതുപോലെ നീ ഇപ്പൊ അത്ര സാഡ് അല്ല എന്ന് പറഞ്ഞ് അവനെ ഹഗ് ചെയ്യും. അടുത്തതായിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ നമ്മുടെ ചപ്രത്തലയൻ ചിരിക്കുട്ടൻ ഇപ്പോ അവന്റെ വായില് ലോക്ക് അഴിക്കും. അപ്പോഴേക്കും അവൻ വിളിച്ചു പറയും എനിക്ക് വേണ്ട ഈ ഫസ്റ്റ് പ്രൈസ്. ആക്ച്വലി ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടില്ല. അവന്റെ മുഖവും സംസാരവും ഒക്കെ കാണുമ്പോ ചിരിക്കുട്ടന് ദേഷ്യം വരും. പക്ഷെ അതെല്ലാം ഉള്ളിലൊതുക്കി അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഗോൾഡ് മെഡൽ കൊടുത്ത് അവനെ ഹഗ് ചെയ്യും. പക്ഷെ അവൻ ആ ഗോൾഡ് മെഡൽ തന്നെ ഇപ്പൊ തട്ടിക്കളയും. അവസാനം വേറെ വഴിയില്ലാതെ അതവന്റെ വായിലിട്ട് കൊടുത്ത് നമ്മുടെ ചിരിക്കുട്ടൻ ആളെല്ലാവരോടുമായിട്ട് പറയും തോറ്റവരാരും വിഷമിക്കേണ്ട കാര്യമില്ല, നാളത്തെ വിജയികള് അത് നിങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും വിട്ടുകൊടുക്കാതെ പോരാടുക. ജയിച്ച ഓരോരുത്തർക്കും എന്റെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് ആള് പുറത്തേക്ക് പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ നെക്സ്റ്റ് ഡേ മാസ്റ്റർ ആവട്ടെ നമ്മുടെ സ്റ്റുഡൻസിനോട് പറയും നിങ്ങളുടെ പെർഫോമൻസ് അത് അടിപൊളിയായിരുന്നു. സൂപ്പർ ഹീറോസ് ഏജൻസി നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ആവശ്യമായവരെ ഉറപ്പായിട്ടും അവർ സെലക്ട് ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഹോസ്പിറ്റലില് നമ്മുടെ കണ്ണാടിപ്പയ്യൻ ഓടിയെത്തുകയാണ്. അവൻ അമ്മയെ കണ്ടുടൻ ഇപ്പൊ പൊട്ടിക്കരയും. ചേട്ടൻ എന്തു പറ്റി, എന്താ ഉണ്ടായെന്ന് ചോദിച്ച് അവൻ ചേട്ടന്റെ അടുത്തേക്ക് ഓടും. അവന്റെ ചേട്ടൻ ഇപ്പൊ ഒരുപാട് ക്രിട്ടിക്കലായി ICUലാണ്. അവൻ പെർമിഷൻ വാങ്ങി ഇപ്പൊ ചേട്ടന്റെ അടുത്തേക്ക് ചെല്ലും. ചേട്ടൻ കണ്ണു തുറന്ന് അനിയനെ കണ്ടുടൻ അവനെ നോക്കി അവന്റെ പേര് വിളിച്ച് അങ്ങനെ മരിച്ചു പോവാണ്. അത് കണ്ട് കണ്ണാടിപ്പയ്യൻ അവൻ പൊട്ടിക്കരയും. ഇതൊരു സങ്കട സീനാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ടോഡറോക്കി പയ്യൻ അവന്റെ സിസ്റ്ററിന്റെ അടുത്ത് വന്ന് അമ്മ ഇപ്പൊ എവിടെയുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് അമ്മയൊന്ന് കാണണമെന്ന് പറയും. അത് കേൾക്കുമ്പോ അവന്റെ സിസ്റ്റർ ഒരു സെക്കൻഡ് ഷോക്കാവും. ടോഡറോക്കി പറയും നീ ടെൻഷൻ ആവണ്ട, പപ്പയോട് ഈ കാര്യം പറയാനും നിൽക്കണ്ട. അപ്പൊ ആ സമയത്ത് ഒരുപാട് ആൾക്കാര് ടോഡറോക്കിയെ കണ്ട് കൈയൊക്കെ വീശി കാണിച്ച് അവന്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. ജനങ്ങളെ കണ്ട ഉടനെ ഇപ്പൊ ടോഡറോക്കി അവൻ കഷ്ടപ്പെട്ട് എസ്കേപ്പായി അവന്റെ അമ്മയെ കാണാൻ ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ആക്ച്വലി അവന്റെ പപ്പ അവന്റെ അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലില് അടച്ചിട്ടിരിക്കുകയാണ്. അമ്മയെ കണ്ടുടൻ അവൻ ഒരുപാട് വിഷമാവും. എന്തു വില കൊടുത്തും അമ്മയെ ഞാൻ ഇവിടെ നിന്ന് രക്ഷിക്കുമെന്ന് അവനൊരു പ്രതിജ്ഞ എടുക്കും. കട്ട് ചെയ്ത ഡോറ പെണ്ണ് അവള് വീട്ടിലെത്തി അവളുടെ അച്ഛനെയും അമ്മയും കാണുമ്പോ അവൾക്കും അവളുടെ സന്തോഷം അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇസുക്ക് പയ്യന് അവന്റെ അമ്മ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവൻ അത്ഭുതത്തോടു കൂടെ ഇപ്പൊ നോക്കി നിൽക്കാണ്. കാരണം ആദ്യമായിട്ടാണ് അവന്റെ സൂപ്പർ പവർ അമ്മ കാണുന്നത്. അമ്മ പറയും നീയും ചിരിക്കുട്ടനെ പോലെ നിന്റെ പവർ ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ചപ്രത്തലയൻ അവന്റെ കലി അടങ്ങാതെ ഫ്ലാഷ് ബാക്കിലെ ഓരോ കാര്യങ്ങൾ ഓർത്ത് അവൻ ദേഷ്യത്തില് പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.